ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. നമുക്കിപ്പം ആദ്യം തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് US ഇറാൻ കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ടുള്ള ന്യൂസസ് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റ്സ് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നിലവിൽ 46 പോയിൻറ്റ്സ് ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് US മാർക്കറ്റ്സിൻ്റെ ക്ലോസിംഗ് S&P 500 ആൻഡ് നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് നെഗറ്റീവിലായിരുന്നു. 300 പോയിൻറ്റ്സ് നെഗറ്റീവിലായിരുന്നു നാസ്ഡാക്ക് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ DAX 352 പോയിൻറ്റ്സ്, അതായത് 1% മുകളിലാണ് ഡൗൺ സൈഡിലാണ് ക്ലോസ് ചെയ്തത്. CAC 43 പോയിൻറ്റ്സ് ഡൗൺ സൈഡിൽ ക്ലോസ് ചെയ്തു. ആൻഡ് FTSE ജസ്റ്റ് ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് പറയാൻ കഴിയില്ല, ഒരു ഫ്ലാറ്റ് സെറ്റിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഉണ്ടായത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഗിഫ്റ്റ് നിഫ്റ്റി പരിശോധിക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ 167 പോയിൻറ്റ്സ് ഡൗൺ സൈഡിൽ ക്ലോസ് ചെയ്യുകയാണ്. അതായത് എങ്ങനെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി 167 പോയിൻറ്റ്സിൽ ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. അതായത് നമുക്കും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് മാർക്കറ്റ് എന്നാണ് ഏകദേശ ധാരണയിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിക്കി ഒരു 361 പോയിൻറ്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് സ്ട്രേറ്റ് ടൈം 6.84 പോയിൻറ്റ്സ് ട്രേഡ് ചെയ്യുകയാണ്. ഹാങ്സങ് 286 പോയിൻറ്റ്സ് അപ്സൈലും തായ്വാൻ വെയ്റ്റഡ് 139 പോയിൻറ്റ്സ് ഡൗൺ അപ്സൈലും ട്രേഡ് ചെയ്യുകയാണ്. അതായത് ഒരു മിക്സഡ് സിഗ്നല് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് നിലവിൽ ഉണ്ട്. സോ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 50 പോയിൻറ്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുന്നു. നമുക്ക് നോക്കാം. എന്തായാലും ഒരു നെഗറ്റീവ് സ്റ്റാർട്ട് പ്രതീക്ഷിച്ച് മാർക്കറ്റ് ഓപ്പണിംഗ് നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇന്നലത്തെ ലെവൽസ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. നിഫ്റ്റിയുടെ ഇന്നലത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡേ ചാർട്ട് ഇട്ടിട്ടുണ്ട്. നിഫ്റ്റി സിംപ്ലി നമുക്ക് പറയാൻ കഴിയും ഇന്നലെ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തല്ല, ഇന്നലത്തെ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. ആൻഡ് മാർക്കറ്റ് ആ പുഷ് ചെയ്യുന്നത് അപ്സൈഡ് മൊമെൻറ്റത്തിന് വേണ്ടിയിട്ടുള്ള പുഷ് മാർക്കറ്റ് അവിടെ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇന്നലത്തെ ഇതിൽ നോക്കാം. മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഈ ലോ നോക്കാൻ 24,350 ആണ് ലോ വന്നിരിക്കുന്നത്. മാർക്കറ്റ് ആ ഒരു ഹൈയിൽ നിന്നും പുഷ് ചെയ്ത് അപ്സൈഡ് പോകാനുള്ള ഒരു ടെൻഡൻസി ഇന്നലെ കാണിച്ചിരുന്നു. ഓക്കെ, ബട്ട് എന്താ പറയുക, മാർക്കറ്റിന് ആ ഒരു സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ട് ഫെയിലായി താഴോട്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നലത്തെ ലോയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അതിൻ്റെ താഴെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിക്കണ്ടേ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് 15 മിനിറ്റ് ചാർട്ടിലേക്ക് പോകാം. 15 മിനിറ്റ് ചാർട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് ഇന്നലെ ലാസ്റ്റ് ഒരു ഹാഫ് അവറിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉള്ളതായിട്ട് നമുക്കിവിടെ മനസ്സിലായിട്ടുണ്ട് അല്ലേ? ലാസ്റ്റത്തെ ഒരു ഹാഫ് അവറിൽ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കി, മാർക്കറ്റ് പ്യൂർലി ഒരു സെല്ലിംഗ് പ്രഷറാണ് നേരിട്ടത്. അതായത് അപ്സൈഡ് പോകും, നല്ല രീതിയിൽ ഒരു അപ്സൈഡ് പോകുന്നു. ആൻഡ് സ്ട്രക്ചറലി മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താണ് ക്ലോസ് ചെയ്തത്. സോ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ നല്ല രീതിയിൽ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊരു 4 അവർ ചാർട്ടിലേക്ക് പോകാം. 4 അവർ ചാർട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്താണ് സംഭവിച്ചത്? മാർക്കറ്റിൽ അത്യാവശ്യം നല്ല സെല്ലിംഗ് പ്രഷർ ഉള്ളതായിട്ട് ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ലെവൽസ് ഒന്ന് നമുക്ക് പരിശോധിക്കാം അടുത്തത്. ഓക്കെ, ഇൻട്രാഡേ ലെവൽസ് ഇന്ന് മാർക്കറ്റിൽ എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. സോ ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു ട്രെൻഡ് ലൈൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രെൻഡ് ലൈനിൻ്റെ താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു എന്താ പറയുക, പാറ്റേൺ ബേസ് നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറലി മാർക്കറ്റ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അപ്പം നമുക്ക് ഈ ഒരു സോൺ നിങ്ങൾ നോക്കുക. ഈ ഒരു സോൺ എന്ന് പറഞ്ഞാൽ അഗ്രസീവ്ലി മാർക്കറ്റ് ഒരു തവണ അപ്സൈഡ് പോകാനായിട്ട് അഗ്രസീവായിട്ട് ബൈയിങ് നടന്ന സോണാണ്. സോ എന്തായാലും ഈ സോണിനെ താഴെ ക്ലോസ് ചെയ്ത ശേഷം മാർക്കറ്റിന് ഡിമാൻഡ് എടുത്ത് അപ്സൈഡ് പോകാനുള്ള ഒരു പ്രോബബിലിറ്റി നമുക്കിവിടെ ഉണ്ട്. ഇപ്പം ഇന്ന് യുദ്ധഭീതികളൊന്നും നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ യുദ്ധഭീതികളൊന്നും ഉണ്ടായില്ലെങ്കിൽ മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിന് പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു സോൺസിലേക്ക് മാർക്കറ്റ് എത്തുമോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ലൈവ് മാർക്കറ്റിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടെക്നിക്കൽസ് നോക്കുമ്പോഴത്തേക്ക് ഡൗൺ സൈഡ് തന്നെയാണ് പോസിബിലിറ്റി. ബട്ട് നമുക്കിവിടെ അറിയാം ഇമ്മീഡിയറ്റ് സപ്പോർട്ടുകൾ ഒരുപാട് റേഞ്ചസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു 3 സോൺസ് ഞാൻ തൽക്കാലം വരച്ചിടുകയാണ്. ആൻഡ് ലൈവ് മാർക്കറ്റിൽ നമുക്ക് കൂടുതൽ സോൺസ് വരച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഞാനത് ലൈവ് മാർക്കറ്റിൽ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇന്ന് എന്തായാലും ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം വരട്ടെ, നമുക്ക്
മാർക്കറ്റ് ഈ ഒരു ഏരിയാസിൽ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ലെവൽസ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. എന്തായാലും നമുക്കൊരു വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പം പ്രധാനപ്പെട്ട ന്യൂസസ് ഇന്ന് ഒരുപാട് വരുന്നുണ്ട്. അതായത് റിസൾട്ട് സീസൺ ആയിട്ടുണ്ടെന്ന് അറിയാം. എംബസി ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ Q1 റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പ്രീ സെയിൽസ് സൂം ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ്. 198 കോടിയിൽ നിന്ന് 868 കോടിയിലേക്കാണ് പോയത്. കളക്ഷൻസും സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. എയർ ട്രാഫിക് ഡേറ്റ വന്നിട്ടുണ്ട്. ഇൻഡിഗോയുടെ മാർക്കറ്റ് ഷെയർ 65% നിന്ന് 64.9%ലേക്ക് ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. ഓക്കെ, പാസഞ്ചർ ലോഡ് ഫാക്ടർ റൈസ് ചെയ്തിട്ടുണ്ട്. സ്പൈസ് ജെറ്റിന്റെ മാർക്കറ്റ് ഷെയർ സ്ലൈറ്റ്ലി ഫോൾ ചെയ്തിട്ടുണ്ടെന്ന ന്യൂസ് ഉണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഗണേഷ് ഇൻഫ്രാ വേൾഡിന്റെ സബ്സിഡിയറിയായ ടൈക്കൂൺ മൈൻസ് GKക്ക് ഒരു 100 കോടി രൂപയുടെ സബ് കോൺട്രാക്ട് ബേസിസിൽ ഓർഡർ റിസീവ് ചെയ്തിട്ടുണ്ടെന്ന ന്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ള പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ ഓർക്കിഡ് ഫാർമയുടെ ഒരു ന്യൂസാണ്. അവരൊരു സൈൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ലൈസൻസിങ് ആൻഡ് സപ്ലൈ അഗ്രിമെന്റ് ആണ് സൈൻ ചെയ്തിട്ടുള്ളത്. അതൊരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട ആന്റിബയോട്ടിക്കിന്റെ ഒരു സപ്ലൈ അഗ്രിമെന്റ് ആണ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ന്യൂസസ് ഫ്ലോട്ട് ചെയ്യുന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ സിൽവർ ടച്ച് ടെക്നോളജീസിന്റെ ന്യൂസ് വന്നിട്ടുണ്ട്. റൈറ്റ്സ് ഗ്രൂപ്പിൽ നിന്നും ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നുള്ള ന്യൂസാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഇന്നലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. എൻ്റെ ഫോക്കസിലുള്ള ഒരു കമ്പനിയാണ് ജുബിലന്റ് ഫുഡ് വർക്ക്സ്. ഓക്കെ, അപ്പോൾ ആ കമ്പനിയുടെ ചാർട്ട് ഒന്ന് നമുക്ക് പരിശോധിക്കാം. ജുബിലന്റ് ഫുഡ് വർക്ക്സ് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് വാലിഡേറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയ ഈ ഒരു സ്റ്റോക്ക് റിട്ടേൺ അടിക്കുന്നത്, അതായത് ഈ സ്റ്റോക്ക് മൂവ്മെന്റ് തരുന്നത് നല്ലൊരു ഡിമാൻഡ് സോണിൽ നിന്നാണ്. അപ്പോൾ ഡിമാൻഡ് വാലിഡേറ്റ് ചെയ്തു എന്ന് ഞാൻ ഒരു കാര്യം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലിടാം. ഒരു പുൾ ബാക്ക് കിട്ടുമോ ഇല്ലെന്ന് കിട്ടിയാൽ വളരെ നല്ലത്. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് വെച്ചേക്കുന്നത് 500 റേഞ്ചിലായിരിക്കും. ഓക്കെ, അപ്പം ജുബിലന്റ് ഫുഡ് വർക്ക്സ് നമുക്ക് ഒരു 2 വീക്സ് ഈ സ്റ്റോക്കിനെ കുറിച്ചൊന്ന് പഠിക്കാനായിട്ടുള്ള കാര്യം ശ്രമിക്കുക. നിങ്ങളും ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ഇതിന്റെ പ്രൈസ് ആക്ഷൻസ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ നിഫ്റ്റിയുടെ ബാക്കി ലെവൽസ് ഞാൻ ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ പ്രീ മാർക്കറ്റ് സെഷനിൽ കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.